ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മണി ബ്ലോക്കുകളെ ക്ലിയർ ചെയ്യാനും നമ്മളിലേക്ക് സമൃദ്ധി കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിൽ മണി ബ്ലോക്ക് ഉണ്ടാകുന്നത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാവാം. അതായത് നമ്മുടെ പാരൻസ് പറയാറുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടാക്കാനായിട്ട്, എൻ്റെ കയ്യിൽ പണമില്ല, പണം മരത്തിലല്ല കായ്ക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവരാണ്. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ട് നമ്മുടെ മനസ്സിനകത്ത് പണം കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസത്തിൽ പലതവണ പറയും, പണമുണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങാമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ഒരു ദിവസത്തിൽ പലതവണ ഇങ്ങനെ ആവർത്തിച്ച് പറയും. അപ്പോഴെല്ലാം നമ്മൾ പണത്തെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കുറ്റം പറയുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ അകൽച്ച ഉണ്ടാകും, അല്ലേ? ആ അകൽച്ച ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പണത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഉണ്ടാകുന്നത്. പണം ഒരു എനർജിയാണ്. അതിനെ തള്ളി പറയുമ്പോൾ പണം നമ്മുടെ അടുത്തേക്ക് വരില്ല. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് പണം നമ്മളിലേക്ക് ധാരാളമായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനി മണി ബ്ലോക്ക് മാറ്റാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഹോഓപ്പനോപ്പനോ. അപ്പോൾ ഹോഓപ്പനോപ്പനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ ഞാൻ ഇനി ഹോപ്പനോപ്പനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ 4 സെൻറ്റൻസ് ആണുള്ളത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വേർഡ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇനി ഹോപ്പനോപ്പനോ ദിവസം ചെയ്യുന്നത് വഴി നമ്മുടെ മണി ബ്ലോക്കുകളെ ക്ലിയർ ചെയ്ത് പണത്തെ നമ്മുടെ അടുത്തേക്ക് ഏറ്റവും ക്ലോസ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഹോഓപ്പനോപ്പനോ മണിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള മണി ബ്ലോക്കിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുക. അതിനുശേഷം മണി, നിങ്ങൾക്കറിയാം മണി ഒരു എനർജിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ മണി എനർജിയോട് നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പണത്തെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടാവാം. പണം പേഴ്സിലോ ബാഗിലോ നല്ല രീതിയിൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല. ഇനി പണത്തെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പണത്തെ ബഹുമാനമില്ലാതെ കണ്ടതിന് ഫോർഗീവ്നെസ് ചോദിക്കുക. ഐ എം സോറി മണി, പ്ലീസ് ഫോർഗീവ് മണി. പിന്നെ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എപ്പോഴും ഉള്ളതിന് ഐ താങ്ക് യു മണി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഐ ലവ് യു മണി എന്ന് പറയുക. അതിനുശേഷം 108 തവണ ഈ ഒരു പ്രെയർ, ഐ എം സോറി മണി, പ്ലീസ് ഫോർഗീവ് മണി, ഐ താങ്ക് യു മണി, ഐ ലവ് യു മണി, ഇത് ചാൻറ്റ് ചെയ്യുക. ഇത് 108 തവണ ചാൻറ്റ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും തന്നെ വേണ്ട. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും ഈ പ്രെയർ ചെയ്യുക. ഇനി ഹോഓപ്പനോപ്പനോ മണിക്ക് വേണ്ടിയിട്ടുള്ള 108 തവണയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കേട്ട് മനസ്സിൽ പറയുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കുള്ള മണി ബ്ലോക്കിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു വേണം ചെയ്യാനായിട്ടെന്ന്. ഇത് ഒരു തവണ പറഞ്ഞാൽ മതി. അതിനുശേഷം 108 തവണ ഉള്ള ഹോപ്പനോപ്പനോ പ്രെയർ ചാൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ കേട്ട് മനസ്സിൽ പറയുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇത് വളരെ പവർഫുള്ളാണ്. അതുപോലെ ഫാസ്റ്റ് റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ഇനി ഈ പ്രെയർ രാവിലെ ഉണർന്നാലുടനെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടും ചെയ്യുക. അങ്ങനെ മുടങ്ങാതെ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറുന്നിടം വരെ ചെയ്യുക. ഈ പ്രെയർ കടം മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആരെങ്കിലും പണം
തരാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. എന്നിട്ട് നിങ്ങൾക്കുള്ള മാറ്റം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.